പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പിൽ വ്യാജ ഒപ്പിട്ടെന്ന ആരോപണത്തിൽ 2 MLA-മാരെ പുറത്താക്കി തൃണമൂൽ കോൺഗ്രസ്. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലാണ് ഈ നടപടി. ഇന്ന് വൈകിട്ട് 4:30 പാർട്ടി അധ്യക്ഷ മമതാ ബാനർജി ഫേസ്ബുക്ക് ലൈവിൽ എത്തുമെന്ന് TMC അറിയിച്ചിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, നേരത്തെ ഒരു യോഗം വിളിച്ചിരുന്നു, പക്ഷേ ആ യോഗത്തിൽ MLA-മാർ എത്തിയില്ല. അഭിപ്രായ ഭിന്നതയുണ്ടോ എന്നൊക്കെയുള്ളൊരു അഭ്യൂഹം ശക്തമായിരുന്നു. പുതിയ വാർത്ത എന്താണ്? അനുജ, തൃണമൂൽ കോൺഗ്രസിനുള്ളിൽ വലിയ തോതിലുള്ള അഭിപ്രായ ഭിന്നതയുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ നീക്കങ്ങൾ ഓരോന്നും. ഈ അഭിഷേക് ബാനർജിക്കെതിരെ നടന്ന ആക്രമണം, അതിനെതിരായ പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ച യോഗത്തിൽ നിന്നാണ് പാർട്ടിയുടെ 80 MLA-മാരിൽ 60 പേരും വിട്ടുനിന്നത്. തുടർന്ന് ആ യോഗം റദ്ദാക്കേണ്ട സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെ ഈ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ട് ഉള്ള വിവാദവും അത് കൂടുതൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ശോഭൻ ചത്തോപാധ്യായയെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞുകൊടുത്തുകൊണ്ടുള്ള കത്തിൽ 70ഓളം തൃണമൂൽ കോൺഗ്രസ് MLA-മാരാണ് ഒപ്പുവെച്ചിരുന്നത്. എന്നാൽ ആ ഒപ്പ് വ്യാജമാണെന്ന ആക്ഷേപം ഉയരുകയായിരുന്നു. തുടർന്നാണ് ഈ വിഷയത്തിൽ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം ആരംഭിക്കുകയും അഭിഷേക് ബാനർജി അടക്കമുള്ള നേതാക്കൾക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തത്. ഈ ഒരു അന്വേഷണം SIT-ക്ക് വിടാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനായി ഒരു DIG-യുടെ നേതൃത്വത്തിലുള്ള 5-അംഗ SIT-യെ രൂപീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട 2 MLA-മാരെ തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. ഋതബ്രത ബാനർജി അടക്കം 2 പേരെയാണ് പുറത്താക്കിയിരിക്കുന്നത്. ഈ വിവാദങ്ങൾക്ക് പിന്നിൽ പാർട്ടി വിരുദ്ധ നടപടികളുടെ പേരിലാണ് പാർട്ടി ഈ നടപടി എടുത്തിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് മമതാ ബാനർജി രാജ്യത്തെ അഭിസംബോധന ചെയ്യാനുള്ള തീരുമാനവും. ഇന്ന് വൈകിട്ട് 4:30 ഫേസ്ബുക്ക് ലൈവിലൂടെ മമതാ ബാനർജി അഭിസംബോധന ചെയ്യുമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. നിലവിലെ വിഷയത്തിൽ പാർട്ടി പ്രതിരോധത്തിലായ ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ പരമാവധി വൈകാരികമായുള്ള ഒരു പ്രഭാഷണം മമതയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പാർട്ടി ഏറെ പ്രതിരോധത്തിലാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അനുജ, അതാണ് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ ഉള്ള നടപടി. ഒപ്പം തന്നെ ഇന്ന് വൈകിട്ട് 4:30 മമതാ ബാനർജി ഒരു ഫേസ്ബുക്ക് ലൈവിലെത്തും. വളരെ നിർണായകമാണ് അത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.